SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നാട്ടിൽ വരാനിരിക്കെ മലയാളി യുവാവ് സൌദിയിൽ റോഡപകടത്തിൽ മരിച്ചു. ജിസാനിൽ ജോലി നോക്കുന്ന മഞ്ചേരി പാണായി മുള്ളമ്പാറ സ്വദേശി അബ്ബാ മൻസിൽ റിയാസ് ബാബു കോർമത്താണ് വാഹനമിടിച്ചു മരിച്ചത്. 47 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് പോകാനിരുന്ന റിയാസ് വ്യാഴാഴ്ച രാത്രി സുഹൃത്തിനെ സന്ദർശിച്ച് മടങ്ങുന്നതിനിടെ കാറിടിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കുള്ള ദുബായ് ഫ്ളൈറ്റിൽ നാട്ടിലേക്ക് വരാനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. റോഡിലൂടെ താമസ സ്ഥലത്തേക്ക് നടന്നു പോകുകയായിരുന്ന റിയാസിനെ പിന്നിൽ നിന്നും വന്ന കാർ ഇടിക്കുകയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. അപകടത്തിൽ തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റ റിയാസിനെ സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഉടൻ തന്നെ അബു അരീഷ് കിങ് ഫഹദ് സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ 3 മണിയോടെ അന്ത്യം സംഭവിച്ചു. 18 വർഷമായി സൌദിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന റിയാസ് നിലവിൽ ജിസാൻ അൽവാസിലിയിൽ ബഖാലയിൽ ജീവനക്കാരനായിരുന്നു. പാണായി മുഹമ്മദ് കോർമത്ത് സുഹറ ദമ്പതികളുടെ മകനാണ്. സാഹിനയാണ് ഭാര്യ. മക്കളായ ഹാനിയ, ഹനാൻ, ഹന എന്നിവർ നാട്ടിൽ വിദ്യാർത്ഥികളാണ്. കോവിഡ് സമയത്ത് പ്രയാസത്തിലായിരുന്ന ബൈഷിലെ പ്രവാസികൾക്കിടയിൽ ഭക്ഷണ വിതരണത്തിനും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സജീവമായിരുന്ന റിയാസ് സാമൂഹിക സംഘടനയായ ജലയുടെ സജീവ പ്രവർത്തകനായിരുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കി മയ്യിത്ത് സൌദിയിൽ തന്നെ ഖബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നിലവിൽ മയ്യിത്ത് ജിസാൻ കിങ് ഫഹദ് ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.